കർത്താവെ, കുരിശിനാൽ നീ വീണ്ടും ഞങ്ങളെ രക്ഷിച്ചു. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, സ്നേഹമുള്ള കൊച്ചച്ചന്മാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ചെറുപ്പം മുതലേ ദുഃഖവെള്ളിയാഴ്ചകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഒരു ദിവസം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവനെ രക്ഷിച്ച കർത്താവിനെ, അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ദൈവത്തിനെ കാണുവാൻ ലഭിക്കുന്ന അവിസ്മരണീയ ദിനം. പലപ്പോഴും സഹനത്തിൻ്റെ ദിനമായിട്ടൊക്കെ ഈ ദുഃഖവെള്ളിയാഴ്ചകൾ നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ അതിനും അപ്പുറം ഒരു ക്രിസ്ത്യാനിക്ക് എന്താണ് ക്രിസ്തു ദുഃഖവെള്ളിയാഴ്ച പറഞ്ഞു നൽകുന്നത്? എന്താണ് ഒരു ക്രിസ്ത്യാനിക്ക് ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തു കുരിശിലൂടെ പകർന്നു നൽകുന്നത്? ഓരോ ദുഃഖവെള്ളിയാഴ്ചകളും ഒരു വിപ്ലവമാണ്, കുരിശിന്റെ വിപ്ലവം. എന്താണ് കുരിശ് നമ്മോടിന്ന് സംസാരിക്കുക? സ്നേഹമുള്ളവരെ, ഓരോ കുരിശുമരണങ്ങളും, ക്രിസ്തുവിന്റെ കുരിശുമരണം നമ്മോട് 3 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, കുരിശിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യാനിയുടെ ദൈവം എന്താണ്, ആരാണ്. കുരിശിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണ്. ഇസ്രായേൽ ചരിത്രത്തിലുടനീളം ദൈവം എന്നത് അവർക്ക് ഒരു ഭയമുളവാക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഭയമുളവാക്കുന്ന ഒരു ശക്തിയായിരുന്നു. കാരണം ഇസ്രായേൽ പാപം ചെയ്തു കഴിയുമ്പോൾ ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു ശക്തിയായിട്ടാണ് പലപ്പോഴും ദൈവത്തിനെ അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കിയുടെ പുസ്തകം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം ഒരിക്കൽ പോലും അവരിൽ ദൈവത്തിനെ കരുണ എന്ന മനോഭാവത്തെ കാണുന്നില്ല. ആദ്യമായിട്ട് തന്നെ ആദം മാതാപിതാക്കളുടെ പാപത്തിലെടുക്കുമ്പോൾ ആദത്തിന്റെയും ഹവ്വയുടെയും പാപം മൂലം അവർക്ക് സ്വർഗം നഷ്ടമാക്കുന്ന ഒരു ദൈവം. അവിടെയും അവസാനിക്കുന്നില്ല. ഭൂമിയിൽ പാപം പെരുകി കഴിയുമ്പോൾ ഭൂമിയിലെ മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി പ്രളയം ഒരുക്കി വെക്കുന്ന ദൈവം. ഇസ്രായേൽ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ബാബിലോൺ പ്രവാസത്തിലേക്കും അസൂര്യൻ വിപ്രവാസത്തിലേക്കും തള്ളിവിടുന്ന ദൈവം. അങ്ങനെ ഒരുപാട് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ചരിത്രം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തിലെ കരുണ അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ആദിമാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ ശേഷം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ജലപ്രളയത്തിന് ശേഷം അവരുടെ ജീവനെ കാത്തു സംരക്ഷിക്കുന്നു. എല്ലാവരുടെയും ദൈവത്തിന്റെ കരുണ ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ ഇസ്രായേലിന് അത് കാണാൻ സാധിച്ചില്ല. ഇസ്രായേലിൽ മനുഷ്യകുലത്തിന് മുഴുവൻ ദൈവത്തിന്റെ കരുണ കാണാൻ സാധിച്ചത് ആ കുരിശിലാണ്. മനുഷ്യകുലത്തിന് മുഴുവൻ ദൈവത്തിന്റെ കരുണ കാണാൻ സാധിച്ചത് ആ കുരിശിലാണ്. കാരണം മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നീതിമാന് വേണ്ടി പോലും ഒരുവൻ മരിക്കാൻ അസന്നദ്ധരാകുന്ന സമയത്ത് പാപികളായ നമുക്ക് വേണ്ടി ഒരു ദൈവം മനുഷ്യനായി വന്നു, മനുഷ്യകുലത്തിന് രക്ഷ പ്രദാനം ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യകുലത്തിന് രക്ഷ ആരംഭിക്കുന്നത് ഈ ഈശോയുടെ ജനത്തോടു കൂടിയൊന്നല്ല, മറിച്ച് അനാദിയിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു മനുഷ്യകുലത്തിന്റെ രക്ഷ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യനെ പോലെ ജീവിച്ചു, മനുഷ്യനായി അവൻ മരിച്ചു. എന്നിരിക്കലും അവിടെ അവസാനിക്കുന്നതായിരുന്നില്ല മനുഷ്യകുലത്തിന്റെ രക്ഷ. ഇന്ന് നാം ക്രൂശിച്ച് കൊന്ന കർത്താവിനെ എന്നും നാം അനുഭവിക്കുന്നുണ്ട് വിശുദ്ധ ബലിയിലൂടെ. ഇന്ന് നാം ക്രൂശിച്ച് കൊന്ന കർത്താവിനെ നാം എന്നും അനുഭവിക്കുന്നുണ്ട് വിശുദ്ധ ബലിയിലൂടെ. സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൽ ഒന്നാമതായിട്ട് ദൈവം ഈശോ കുരിശിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സ്നേഹമുള്ള സഹോദര സഹോദരി, നിന്റെ ദൈവം എവിടെയോ നിന്ന് ചരടുവലികൾ നടത്തുന്നവനല്ല. നിന്റെ സഹനങ്ങളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ, നിന്റെ ക്ലേശങ്ങളിൽ നിന്റെ ദൈവം എവിടെ നിന്നോ ചരടുവലികൾ നടത്തുന്നവനല്ല, മറിച്ച് ഒപ്പമായവനാണ്. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. മനുഷ്യന് കൂടെ ആകുവാൻ വേണ്ടി അവൻ മനുഷ്യനായി അവതരിച്ചു. കാലത്തിന് അധീനനായിക്കൊണ്ട് അവൻ കുർബാന സ്ഥാപിച്ചു, എന്നോടും നിന്നോട് കൂടെ ആയിരിക്കാൻ.
ഒരു മതവിഭാഗത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഏറ്റവും വലിയ മഹത്വമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. അവന്റെ ദൈവം അവനോട് കൂടെയുണ്ട്. അവന്റെ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കാൻ തയ്യാറായവനാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് ആകാശ ശക്തികളെ തന്റെ അങ്കുലി ചലനത്താൽ ഭരിക്കുന്ന ദൈവം കാറ്റിൽ പറന്നു പോകുവാൻ മാത്രമുള്ള ഒരു ഗോതമ്പപ്പത്തിൽ ചെറുതായവന്റെ കഥയാണ് കുരിശുമരണം. ഒന്നാമതായിട്ട് കുരിശ് നമ്മെ പഠിപ്പിക്കും, സഹോദര ക്രിസ്ത്യാനി, നിന്റെ ദൈവം കുരിശിൽ മരിക്കാൻ തയ്യാറായവനാണ്. രണ്ടാമതായിട്ട് അവിടെയും അവസാനിക്കുന്നില്ല. പീലാത്തോസിന്റെ ഏറ്റവും മഹത്തരമായ വാക്യം, ഇതാണ് ആ മനുഷ്യൻ, ഇതാണ് ആ മനുഷ്യൻ. സ്നേഹമുള്ളവരെ, പീലാത്തോസിനെ സംബന്ധിച്ച് അവന് ചെയ്യാവുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം അതായിരുന്നു, ഇതാണ് ആ മനുഷ്യൻ. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സമകാലിക കേരളത്തിന്റെ സാഹചര്യം പലപ്പോഴും ഹൃദയത്തിൽ ഭീതി ഉളവാക്കാറുണ്ട്. 20 വയസ്സുകാരൻ 6 വയസ്സുള്ളവനെ കൊല്ലുന്നു. മാനനഷ്ടത്തിന്റെ പേരിൽ ഒരു മകൻ അമ്മയെയും സ്വന്തം സഹോദരനെയും ഒരുപാട് പേരെ കൊല്ലുന്നു, 6 പേരെ കൊല്ലുന്നു. പ്രണയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാട്. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, ചുവന്ന മേലെങ്കിൽ രക്തം കുളിച്ച് മുള്ളുമുടി ധരിച്ച ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞു വെക്കും, ഇതാണ് മനുഷ്യൻ. സ്നേഹമുള്ളവരെ, മനുഷ്യൻ എന്ന് പറയുന്നത് ആഭരണങ്ങൾ കൊണ്ടോ അധികാരം കൊണ്ടോ ജീവിക്കുന്നവരല്ല, മറിച്ച് അപരന് വേണ്ടി മുറിയപ്പെടുന്നവരാണെന്ന ബോധ്യമാണ് കുരിശ് രണ്ടാമതായി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും ശരിയാണ്, നമ്മളെല്ലാവരും തന്നെ പണത്തിന്റെയും സമ്പത്തിന്റെയും ആരോഗ്യത്തിന് പിറകെ ഓടുന്നവരാണ്. പക്ഷേ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, കുരിശിനെ നോക്കിക്കൊണ്ട് പീലാത്തോസും നമ്മോട് ഹൃദയത്തിൽ പറയും, ഇതാണ് മനുഷ്യൻ. എത്രമാത്രം എൻ്റെ സഹോദരന് വേണ്ടി മുറിയപ്പെടാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. ഈശോ വചനത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവൻ ബലികൾക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വെറുതെ പറഞ്ഞു പോയവനല്ല നമ്മുടെ കർത്താവ്, കുരിശിൽ കാണിച്ചു തന്നവനാണ് കർത്താവ്. വെറുതെ പറഞ്ഞു പോയവനല്ല, മറിച്ച് കുരിശിൽ 3 ആണികളിന്മേൽ തൂങ്ങി മരിച്ചുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി സ്ഥാനത്യാഗം ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. കുരിശിനെ ആഘോഷിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചകളിൽ നാം ചിന്തിക്കണം, എത്രമാത്രം അപരന് വേണ്ടി മുറിയപ്പെടാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ ഒരു പരിധി വരെ എല്ലാവർക്കും സുപരിചിതനായ ഒരു വിശുദ്ധനാണ്. വിശുദ്ധന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വിശുദ്ധിക്കുള്ള കാരണം എന്ന് പറയുന്നത് ഇതേ വചനമാണ്. സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തടങ്കൽ പാളികളായിരുന്ന സമയത്ത് വിഷവാതകം ശ്വസിച്ച് മരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നറുക്ക് ലഭിക്കുന്നുണ്ട് മാക്സിമിലിയൻ കോൾബയ്ക്ക്. അപ്പുറത്ത് നിന്ന് സഹോദരൻ കരയുന്നത് കാണുമ്പോൾ മാക്സിമിലിയൻ കോൾബ് ചോദിക്കുന്നു, എന്താണ് നീ കരയാൻ കാരണം? എനിക്ക് എൻ്റെ കുടുംബമുണ്ട്. മാക്സിമിലിയൻ കോൾബെ അവന്റെ അവസരം ഏറ്റെടുത്തുകൊണ്ട് മരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ സന്നദ്ധനാകുന്നവനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരന് വേണ്ടി മുറിയപ്പെടാൻ, അപരന് വേണ്ടി മുറിക്കാൻ സന്നദ്ധനാകുന്നവനാണ്. മൂന്നാമതായിട്ട് സഹനത്തിനെ കുറിച്ചാണ്. കുരിശിൻ്റെ വിപ്ലവം സഹനത്തിൻ്റെതുമാണ്. ഈ സഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് എന്നും എൻ്റെ മനസ്സിലുള്ളിലുള്ളൊരു വിഷമമാണ്. പലരും തങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ ദൈവം നൽകിയതാണെന്ന് പറഞ്ഞാണ് സ്വീകരിക്കാറ്. സ്നേഹമുള്ളവരെ, സഹനത്തിന് എപ്പോഴും 2 മാനങ്ങളുണ്ട്. ഒന്ന് ദൈവം നമുക്ക് തരുന്ന സഹനങ്ങൾ, രണ്ടാമത്തേത് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന സഹനങ്ങളാണ്. ദൈവം മനുഷ്യന് തരുന്ന സഹനങ്ങൾ രക്ഷാകര കർമ്മത്തിലേക്ക് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ മിക്ക സഹനങ്ങളും, ഒരു പരിധി വരെ എല്ലാ സഹനങ്ങളും നമ്മൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വെള്ളമടിക്കുന്ന മനുഷ്യൻ, ഒരു മദ്യപാനത്തിന്റെ ഉത്തുംഗ സംഘത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ലിവർ സിറോസിസ് വരുന്നു. ചെറുപ്പം, അധികം പ്രായമാകുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോകുന്നു. അത് ദൈവം കൊടുത്ത സഹനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ശങ്കിക്കും. അത് ദൈവം കൊടുത്ത സഹനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ശങ്കിക്കും. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. എൻ്റെ എനിക്ക് വീട്ടിൽ മകനുണ്ട്. മകന് പഠിക്കേണ്ട സമയങ്ങളിൽ അവൻ ഫോൺ ഉപയോഗിക്കുമോ, അവനെ നിയന്ത്രിക്കാതെ, അവനെ ചീത്ത പറയാതെ, അടിക്കാതെ, അവനെ തിരുത്താതെ
ഒരമ്മയോ അപ്പനോ ആ മകൻ്റെ ഫോൺ ഉപയോഗത്തിന് കൂട്ടി നിൽക്കുകയാണെങ്കിൽ അവൻ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ ദൈവം കൊടുത്ത സഹനമാണെന്ന് ആരും പറഞ്ഞേക്കരുത്. ദൈവം കൊടുത്ത സഹനമാണെന്ന് ആരും പറഞ്ഞേക്കരുത്. കാരണം തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കെ, മുന്നറിയിപ്പുകൾ ഒരുപാട് നൽകിയിരിക്കെ, ദൈവത്തിന്റെ സഹനം തിരിച്ചറിയണമെങ്കിൽ അത് ദൈവം തന്നതാണോ എന്ന് ചോദിച്ചാൽ മതി. മനുഷ്യന്റെ സഹനമാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ വരുത്തി വെച്ചതാണോ എന്ന് ചോദിച്ചാൽ മതി. ഇന്നലെ ഞാൻ പാസ്റ്ററിന് പോയിരുന്ന പള്ളിയിൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു. ഒരു SLC 10ാം ക്ലാസ് വരെ മരിച്ചു. അവളുടെ കൂട്ടുകാരൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ആ കുട്ടിക്ക് എന്താ പറ്റിയ? ബ്രദറെ, ആ കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിരുന്നു, ലിവർ പോയിട്ടാണ് കുട്ടി മരിച്ചത്. ഞാൻ പറയും, ഒരു പരിധി വരെ ആ കുട്ടിയുടെ സഹനം ദൈവം നൽകിയതാണ്. ആ കുടുംബത്തിന് നൽകപ്പെട്ട സഹനം ദൈവത്തിന്റെ സഹനമാണ്. പക്ഷേ 15 വയസ്സുകാരൻ വണ്ടി ഓടിക്കേണ്ട രീതിയിൽ വണ്ടി ഓടിക്കാതെ അപകട മരണത്തിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പറയരുത് അത് ദൈവത്തിന്റെ സഹനമാണെന്ന്. ദൈവം നിയമങ്ങളും നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ, ജീവിതം കാത്തു സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ദൈവം നമുക്ക് നിയമങ്ങൾ നൽകി. ഞാൻ എത്രമാത്രം ആ നിയമത്തിന് വില കൽപ്പിക്കുന്നുണ്ട്? ഞാൻ എത്രമാത്രം ആ നിയമത്തിന് വില കൽപ്പിക്കുന്നുണ്ട്? ദൈവം നൽകുന്ന സഹനങ്ങൾ രക്ഷാകരമാണ് തീർച്ചയായും. പക്ഷേ ഞാൻ വരുത്തിവെക്കുന്ന സഹനങ്ങൾ അത് രക്ഷാകരമാകണമെങ്കിൽ ഞാൻ ആ സഹനത്തിന് കാരണമായ പാതയിൽ നിന്നും അനുദപിച്ച് പിന്മാറി എൻ്റെ സഹനം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ദുഃഖവെള്ളിയാഴ്ചകൾ സഹനത്തിന്റെ ദിനങ്ങൾ മാത്രമല്ല, കുരിശിന്റെ വിപ്ലവത്തിന്റെ ദിനങ്ങളാണ്. ഒന്നാമതായിട്ട് ക്രിസ്ത്യാനിയെ നോക്കി കുരിശ് നമ്മളോട് പറയും, ഇതാണ് നിന്റെ ദൈവം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ വേണ്ടി ക്രൂശിതനായവൻ. രണ്ടാമതായിട്ട് പീലാത്തോസ് നമ്മളോട് നോക്കി പറയും, ഇതാണ് ആ മനുഷ്യൻ. മുറിയപ്പെടുവാനും രക്തം ചിന്തുവാനും അധികാരവും ആഡംബരവും ഉപേക്ഷിച്ച് അപരന് വേണ്ടി ശൂന്യവൽക്കരണം ചെയ്യാനുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. മൂന്നാമതായിട്ട് സഹനത്തിനെ കുറിച്ച് ഈശോ നമ്മോട് പറഞ്ഞു വയ്ക്കും, സഹനം എന്നത് ദൈവം നൽകുന്നതാണ്, മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതല്ല. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ദുഃഖവെള്ളിയാഴ്ചകൾ ഞങ്ങൾ നിന്റെ പീഡാസഹനത്തിനെയും കുരിസ്മരണത്തിനെയും ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഈശോയെ, എൻ്റെ ദൈവമാണെന്ന് ആരാണെന്ന് തിരിച്ചറിയാൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, സഹനങ്ങൾ നിൻ്റേതാണെന്ന് പൂർണ്ണബോധത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധമ്മേ, കാവൽ മാലാഖമാരെ, സ്വർഗീയ സൈന്യങ്ങളെ, വിശുദ്ധരെ, ഈ ദുഃഖവെള്ളിയാഴ്ചകൾ ഞങ്ങളുടെ അനവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.